2 ദിവസം മുമ്പ് ഒരു ക്ലീനിങ്ങിൻ്റെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി അടുക്കളയിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒട്ടിച്ച് വെച്ചാൽ പോരല്ലോ, നമ്മളത് പ്രാവർത്തികമാക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ ദിവസം തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം നമുക്ക് വൃത്തിയാക്കേണ്ടത് മാസ്റ്റർ ബെഡ്റൂമും ടോയ്ലറ്റും ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കർട്ടനൊക്കെ നീക്കി കുറച്ച് വെട്ടവും വെളിച്ചവും ഒക്കെ വരുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് വലയൊക്കെ അടിച്ച് വൃത്തിയാക്കി നീറ്റാക്കി എടുക്കാം. ആദ്യം അതൊക്കെയാണല്ലോ, മുകൾ ഭാഗം വൃത്തിയാക്കാം, പിന്നെ നമുക്ക് താഴ്ഭാഗമൊക്കെ വൃത്തിയാക്കാം. അപ്പോൾ അത്രയ്ക്ക് വലയും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഡെയിലി നമ്മൾ തൂത്തുവാരി തുടച്ച് പോകുന്ന ഇടമല്ലേ. എന്നാലും ഈ ക്ലീനിങ് ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ ഒന്ന് ഹാർപ്പിക്കും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി തീരുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും. ഈ ഒരു സംഭവം ഫാനൊക്കെ ഫാൻ ശരിയാക്കാനല്ലല്ലോ, ഫാനിൻ്റെ പൊടിയൊക്കെ അടിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഫാനിൻ്റെ പൊടി അടിക്കാൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സംഭവത്തിനും ഇത് കിട്ടില്ലാണ് കേട്ടോ. ഫാനിൻ്റെത് എനിക്ക് അത്ര അങ്ങോട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്നാലും ബാക്കി ഈ ജനൽ കമ്പികളുടെ പൊടിയും അതിൻ്റെ ഇതും ഒക്കെ നല്ല രീതിക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്ലവറൊക്കെ ഞാനൊന്ന് തട്ടിക്കുട്ടി പൊടിയൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുക്കുന്നുണ്ട്. എത്രയൊക്കെ തുടച്ച് തൂത്തു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ ടേബിളും കാര്യങ്ങളും ഒക്കെ പൊടിയൊക്കെ അടിച്ചതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് തൂത്തുവാരി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കർട്ടനൊക്കെ ഒന്ന് കെട്ടിയിടാം. വീട്ടിലിതുപോലെ കർട്ടൻ കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉമ്മച്ചിരുന്ന് വഴക്ക് കേട്ടോ. കാരണം കർട്ടൻ ഇങ്ങനെ കെട്ടിയിട്ട് അവസാനം ഒരു ചുളിവ് വീഴുമല്ലോ. ഇവിടെ ഞാനിങ്ങനെ അങ്ങനെ കെട്ടിയിടാറൊന്നുമില്ല. ഒത്തിരി ലെങ്ത് ഉണ്ട് കേട്ടോ ആ ഒരു കർട്ടന്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കെട്ടിയിടാം. അല്ലെങ്കിൽ ഞാൻ സ്ലൈഡ് എടുത്തിട്ടൊന്ന് കുത്തി വെക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ക്രാബ് സ്ലൈഡില്ലേ അത് വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ തുടയ്ക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. വെള്ള ടൈലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് കുടിക്കും കേട്ടോ. പിള്ളേരൊക്കെ ഉള്ള വീട് നിങ്ങൾക്കറിയാമല്ലോ. പോരാത്തിന് നമ്മുടെ മുറ്റത്ത് എൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആ മുറ്റത്ത് പണി നടക്കുവാണ്. അപ്പോൾ പിന്നെ പറയും വേണ്ട, എപ്പോഴും ചെളി ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലീനിങ് പരിപാടിയും തുടയ്ക്കലും തൂക്കലും ഒക്കെ കഴിഞ്ഞ് ബാക്കിയൊക്കെ ഒന്ന് അടുക്കി പറക്കി നീറ്റാക്കി വെക്കുന്നുണ്ട്. എത്ര നേരത്തേക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗ്രൈൻഡർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് സൈഡ് ടേബിളായിട്ട് അവിടെ ഇടാമെന്നുള്ള കാര്യം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളും കൂടി വിരിച്ചാൽ ഇന്നത്തെ കാര്യം സെറ്റായി. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ബാത്റൂമും കൂടി ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ലാവണ്ടർ കളർ പെയിൻ്റ് അടിച്ച നാൾ മുതൽ എൻ്റെ ആഗ്രഹമാണ് റൂം മൊത്തത്തിൽ ലാവണ്ടറിലുള്ള കളേഴ്സിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് നിറയ്ക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. എല്ലായിടവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ.